പോലീസിൽ നാൾക്ക് നാൾ ആത്മഹത്യകൾ വർദ്ധിക്കുമ്പോഴും പഠനങ്ങൾ നടത്താതെ സർക്കാർ. അമിത ജോലിഭാരത്തിൽ വിശദമായ പഠനം വേണമെന്നാവശ്യപ്പെട്ട് ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കം. ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന പരാതികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. പോലീസിലെ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ ജനം TV പുറത്തുവിട്ടിരുന്നു. സംസ്ഥാന പോലീസിൽ അമിത ജോലിഭാരവും സമ്മർദ്ദവും കാരണം ജീവനെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോഴും ഫലപ്രദമായ ഇടപെടൽ നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം. പോലീസുകാരുടെ അമിത ജോലിഭാരത്തെക്കുറിച്ച് കൃത്യമായ പഠനം വേണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഇടയ്ക്ക് ഒരു സമിതിയെ നിയോഗിച്ചെങ്കിലും സ്റ്റേഷൻ ജോലിയെക്കുറിച്ച് അറിവില്ലാത്ത ഉദ്യോഗസ്ഥരായതിനാൽ പഠനം ഗുണകരമായില്ല. പുതിയ സമിതിയെ നിയോഗിച്ച് വീണ്ടും പഠനം നടത്തണമെന്ന ആവശ്യമുയർന്നെങ്കിലും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പോലീസുകാരില്ലാത്ത സാഹചര്യം ചൂണ്ടിക്കാട്ടി പലതവണ DGP സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ധനവകുപ്പ് തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ ഇതിലും സർക്കാർ തീരുമാനമെടുക്കുന്നില്ല. പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കൊണ്ടുവന്ന ഹാറ്റ്സ്, മെന്ററിംഗ് തുടങ്ങിയ പദ്ധതികൾ പേരിന് മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. 2 DYSPമാരും 7 CIമാരും അടക്കം 130-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് 8 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാ ശ്രമങ്ങൾ മാത്രം 300ഓളം. 900-ലധികം പോലീസുകാർ സ്വയം വിരമിക്കാൻ അപേക്ഷിച്ചു. 200ഓളം പേർ ജോലി ഉപേക്ഷിച്ചു. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ടും ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിൽ കുടുംബ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് വരുത്തി തീർക്കുകയാണ് സർക്കാർ. ശാസ്ത്രീയമായ ഒരു പഠനം പോലും നടത്താതെയുള്ള ഈ നിലപാടിൽ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം രൂപപ്പെടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.